ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങും തേങ്ങാക്കൊത്തും തേങ്ങ വറുത്തൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി വിഭവമാണ്. ചോറിൻ്റെ കൂടി മാത്രമല്ല, ചപ്പാത്തി, ദോശ, പൊറോട്ട എന്നിവയിൽ കൂടിയും വെറുതെ നമുക്ക് വൈകിട്ട് ചായയുടെ ഒപ്പം, കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി വിഭവമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല സ്വാദും മണവുമുള്ള ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 4 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു 2 വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഇറക്കി വെച്ച് അത് ആറിക്കഴിയുമ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറിയ പീസുകളാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലപ്പൊടികളുടെ പച്ച കുത്തലൊക്കെ മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സ്റ്റവ് എപ്പോഴും സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി വേറെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട, ഈ എണ്ണ മാത്രം മതി. അതിലേക്ക് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ ആ ബ്രൗൺ കളറൊക്കെ ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പൊടി പോലെ അരിഞ്ഞതാണിത്. എന്നിട്ട് അതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും തേങ്ങയൊക്കെ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും ഇത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കാരണം തേങ്ങയൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഇത്തിരി മസാലപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് എപ്പോഴും നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഇത്തിരി ഉപ്പിട്ട് വേവിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിതിലേക്ക് ഇനി വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഉരുളക്കിഴങ്ങിൽ പിന്നെ നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ ഇത്തിരി പാടായിരിക്കും. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് നമുക്ക് തളിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്നെല്ലാം കൂടി ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ആ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ പിടിക്കും. എന്നിട്ട് എപ്പോഴും സ്റ്റവ് സിമ്മിലിടുക. നമ്മുടെ ഉരുളക്കിഴങ്ങും മസാലകളൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെജിറ്റേറിയൻകാരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. മുട്ട ചേർത്തില്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് മാത്രം മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ഇപ്പോൾ വെജിറ്റേറിയൻകാർ മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അതിന് നല്ല സ്വാദായിരിക്കും. അപ്പോൾ മുട്ട ഇതേപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ചെറിയ ചെറിയ പീസുകളായിട്ട് വേണം താനും, വളരെ പൊടിയായി പോകരുത്. ചെറിയ ചെറിയ പീസുകൾ വേണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഈ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ തേങ്ങാക്കൊത്ത് കിട്ടും, ഒരു മുട്ടയുടെ ഒരു കഷ്ണം കിട്ടും.
തേങ്ങ വറുത്തിട്ടതിൻ്റെ ആ വറുത്ത ഫ്രൈൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. നല്ല ടേസ്റ്റാണിത്. നമുക്ക് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാം കൂടി ഇങ്ങനെ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച ശേഷം നമുക്ക് 1 മിനിറ്റും കൂടി സിമ്മിലിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല മണമാണ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഇനി അതിലേക്ക് ലാസ്റ്റ് ഇത്തിരി കുരുമുളക് പൊടി, ഇപ്പോൾ സ്പൈസി ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത്തിരി അധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഇതിന്. ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ ചേർന്നുകൊണ്ട് ഈ ചെറുനാരങ്ങയും കുരുമുളകൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. വെറുതെ നമുക്ക് കഴിക്കാം, നമുക്ക് വേറെ ഒന്നും വേണ്ട, ഇത് വെറുതെ കഴിക്കുക, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് വിഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചോറിൻ്റെ കൂടി കഴിക്കാം, ചപ്പാത്തിയുടെ കഴിക്കാം, ദോശ, പൊറോട്ട എല്ലാത്തിനും കൂടി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡുമാണ്. മുട്ടയും ഉരുളക്കിഴങ്ങും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഹെൽത്തി കറിയായിട്ടും വേണമെങ്കിൽ നമുക്കിതിന് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ? ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ഈസി റെസിപ്പി ആയി നാളെ ഞാൻ വരുന്നതാണ്.